വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, വർത്തമാനകാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കല്യാണ സൽക്കാരങ്ങളെ കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധപ്പെടുത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇന്ന് കല്യാണത്തിന് പോയാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും പാനീയം കുടിക്കുന്നതും കല്യാണം കഴിയുന്നതൊന്നും അറിയുന്നില്ല. അത്ര മഹാമായിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീ പുരുഷന്മാർ ഒന്നിച്ചിരുന്ന് സദ്യ കഴിക്കും. നേർക്കും നേരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അന്യ സ്ത്രീ പുരുഷന്മാർ ഭക്ഷണം കഴിക്കുന്ന രംഗം നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ. അതുപോലെ തന്നെ തൊട്ട് ചാരിയിരുന്ന് ഇവിടെ ഭക്ഷണം കഴിക്കുമ്പോൾ തൊട്ടടുത്ത് വന്ന് അന്യൊരു സ്ത്രീ അവൻ്റെ കൂടെ ഇരുന്ന് കഴിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ ഇസ്ലാം വിലക്കിയ, കാണൽ നിഷിദ്ധമാക്കിയ ഈ കാര്യമെന്ന് നമ്മുടെ നാടുകളിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി, യുർഫഉൽ ഹയാഉ മിനൻ നിസാ, സ്ത്രീകളിൽ നിന്ന് ലജ്ജ, നാണം ഉയർത്തപ്പെടും. അത് 100% ഉയർന്നതായിട്ടാണ് നമ്മുടെ ഈ കല്യാണ സദസ്സുകൾ നമുക്ക് ബോധ്യപ്പെടുത്തിയിരുന്നത്. ഒരു അന്യ സ്ത്രീ അന്യ പുരുഷനെ കാണുന്നതിൻ്റെ ഇസ്ലാമിക വിധി എന്താ? പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി കർക്കശമായി വിലക്കിയ കാര്യമല്ലേ? വലാ തുബ്ദീന സീനത്തഹുന്ന ഇല്ലാ ലി ആബായിന്ന ഔ ഇഖ്വാനിന്ന ഔ അഖവാതിന്ന ഔ മാ മലക്കത് അയ്മാനുഹുൻ വലാ തുബ്ദീന സീനത്തഹുന്ന ഇല്ലാ ലി ബുഊലതിഹിന്ന ഔ ലി ആബായിന്ന ഔ അബ്നാഹിന്ന ഔ ഇഖ്വാനിന്ന ഔ അഖവാതിഹിന്ന ഔ മാ മലക്കത് അയ്മാനുഹുൻ ഔ താബഈന ഗൈരി ഉലിൽ ഇർബ. അവരുടെ അലങ്കാരങ്ങൾ, അവരുടെ ഭംഗികൾ, അവരെ അവർത്ത് ഭാഗങ്ങൾ അവർ കാണിച്ചു കൊടുക്കരുത്, അത് പ്രദർശിപ്പിക്കരുത്. അവരുടെ ഭർത്താക്കന്മാർ, അവർക്ക് കാണാൻ അനുവദനീയ ഭർത്താക്കന്മാർ, അതുപോലെ തന്നെ അവരുടെ പിതാക്കൾ, അവരുടെ സഹോദരന്മാർ, അവരുടെ മക്കൾ കാണാൻ അനുവദിക്കപ്പെടുന്ന ഭാഗങ്ങൾ, മുഖം, അതുപോലെ തന്നെ മുട്ടുമുക്കളിൻ്റെ ഇടയിലുള്ള സ്ഥലങ്ങളൊക്കെ കാണുന്ന വിരോധമില്ല. അത് വിവാഹബന്ധം ഹറാമായവരും തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവുമാണ്. അത് താപീന ഐരി ഒരു നിർമ്മ, നമ്മുടെ വീടുകൾ നമ്മെ സഹായിക്കുവാൻ വേണ്ടി, നമുക്ക് വേല ചെയ്യാൻ വേണ്ടി നമ്മോട് സഹകരിക്കുന്ന വൈകാരികതയൊന്നും ഇല്ലാത്ത, അങ്ങനത്തെ ഒരു ചിന്തമില്ലാത്ത ആളുകൾ, കുട്ടികളോ അതുപോലത്തെ ആളുകളോ, ഇവർക്കല്ലാതെ നിങ്ങൾ ഒരിക്കലും തന്നെ നിങ്ങളുടെ സ്ത്രീയുടെ ശരീരഭാഗങ്ങൾ, അലങ്കാരങ്ങൾ, ഭംഗി പിടിക്കാൻ പാടില്ല. ഇതിൻ്റെ നേരെ വിരുദ്ധമായിട്ടാണ് നമ്മുടെ സ്ത്രീകൾ ഇന്ന് കാണിച്ച് പരിശുദ്ധ ഖുർആനെ വെല്ലുവിളിക്കുന്ന രൂപത്തിൽ. എന്നാൽ അല്ലാഹു അങ്ങനെ പറഞ്ഞെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ചെയ്യും എന്ന് പറയുന്നത് പോലെയാണ്. ഇതിൽ എല്ലാ സ്ത്രീകളും അങ്ങനെയെന്ന് പറയുന്നില്ല. നല്ല ഉമ്മമാരുണ്ട്, നല്ല സ്ത്രീകളുണ്ട്, പർദ്ദയൊക്കെ ധരിച്ച് അവർ ഹിജാബ് വരെ ധരിച്ചിരിക്കുകയാണ്. ഇത് അവർ പർദ്ദ ധരിച്ചിട്ടാണ്, പക്ഷേ തലപ്പുറത്ത് അന്യ സ്ത്രീകളോട് പുരുഷന്മാരോട് ഒന്നിച്ചിരിക്കുക. അല്ലാഹുവിൻ്റെ റസൂൽ ഹദീസ് എന്താ? ഒരു അന്യ സ്ത്രീ, ഒരു അന്യ പുരുഷൻ ഒരു സ്ത്രീയെ നിൽക്കുന്നതിൻ്റെ ഗൗരവം നിങ്ങൾ നോക്കും. അന്നതൊരു സെവും മസുമും മിസിയാവില്ല. ഒരു അന്യ സ്ത്രീ പുരുഷൻ നോട്ടം, ഒരു അന്യ പുരുഷൻ അന്യ സ്ത്രീയെ നോക്കുന്നത് പൈശാചികമായ വിഷത്തിൽ ഊട്ടപ്പെട്ട ഒരു അമ്പാണെന്നാണ്. ഈ അമ്പ് വിഷത്തിലൂട്ടുക എന്ന് പറഞ്ഞാൽ ശത്രുവിനെ പെട്ടെന്ന് കഥ കഴിക്കാൻ വേണ്ടി ശക്തിയുള്ളവർ
പ്രയോഗമാണ് വിഷത്തിലൂട്ടൽ. അത് തെറ്റിയ ഉടനെ തന്നെ ആൾ ഹറം വൈകിട്ടോ. ഇതുപോലെ ഒരു അന്യ പുരുഷൻ അന്യ സ്ത്രീയെ നോക്കുന്നതോടുകൂടെ അത് അവൻ തേസീർ ചെയ്യും, എഫക്റ്റ് ചെയ്യും, പെട്ടെന്ന് ആഘാതം സൃഷ്ടിക്കും. പിന്നെ അവന് മറ്റുള്ള ചിന്തയിലേക്ക് കടക്കും. അങ്ങനെ അവളെ ചാരിത്ര ശുദ്ധി തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് വന്നിട്ട് രണ്ടാളും അനിസ്ലാമികമായ പ്രവണത അവിടെ നടക്കുന്ന സാഹചര്യത്തിൽപ്പെടും. ഇതാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു പൊതു ലൈസൻസ് കിട്ടിയതുപോലെയാണ് നമ്മുടെ എല്ലാ കല്യാണ സദസ്സുകളും സർക്കാർ സദസ്സുകളും കാണുന്നത്. അതുകൊണ്ട് ഇത് വലിയൊരു ഗൗരവമുള്ള കാര്യമായി നമ്മൾ മനസ്സിലാക്കി ഇതിനെ തടയിട്ടില്ല എങ്കിൽ ഇനി വരാൻ പോകുന്ന തലമുറ നശിച്ചുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിൻ്റെ സുന്ദരമായ വിധിവെക്കൽ പൊട്ടിച്ചെറിഞ്ഞ് ഇസ്ലാമിൻ്റെ സംസ്കാരം തള്ളിക്കളഞ്ഞ് ഇസ്ലാമിൻ്റെ നെഞ്ചത്താണ് കണാരി നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതുകൊണ്ട് നമുക്ക് വലിയ ശിക്ഷയല്ലേ എൻ്റെ പൊന്നു സഹോദരിമാരെ, ഉമ്മകന്മാരെ നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ ഉമൈലാത്തുൻ ലം യജൽ ജീഹൽ ജന്ന. തൻ്റെ അഴകളൊക്കെ പ്രകടിപ്പിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രധാരണ, മറ്റുള്ള പല പുരുഷന്മാർ ആകസ്മിക രൂപത്തിലുള്ളതാകുന്ന പെരുമാറ്റങ്ങൾ, ഈ കല്യാണ സദസ്സുകൾ കാണിക്കുന്നത് പോലെ ഒന്നിച്ചിരുന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയുള്ള തരത്തിലുള്ള ഭക്ഷണം പാനീയങ്ങൾ കഴിക്കൽ, ഇങ്ങനെ ചെയ്യുന്ന സ്ത്രീകൾ ലം യജ്ന ജീഹൽ ജന്ന, സ്വർഗത്തിൻ്റെ പരിമളം പോലും അവർ ആസ്വദിക്കാൻ അവർ സാധ്യമല്ല. അവർ നരക ശിക്ഷയ്ക്ക് വിധേയരാണ്. ശക്തമായ കടുത്ത നരകത്തിലിട്ട് അവരെ കരിക്കപ്പെടും. ഇത് ആഹാരത്തിൻ്റെ കാര്യമാണ്, അത് വരാനിരിക്കുന്നേ ഉള്ളൂ. ദുനിയാവിൽ തന്നെ ഇത്തരത്തിലുള്ള സ്ത്രീകൾ ഈ തരത്തിൽ ഇസ്ലാമിക സംസ്കാരം നശിപ്പിക്കുന്ന പെണ്ണുങ്ങൾ, ഇതിൻ്റെ തിക്തഫലം ദുനിയാവിൽ അനുഭവിക്കേണ്ടി വരും. പല ഭക്ഷണത്തിലൂടെ പെട്ടുപോകും, പല അപകടങ്ങളിലൂടെ പെട്ടുപോകും, മാരക രോഗങ്ങൾ അവരെ പിടികൂടും. നമുക്ക് ദുആ ചെയ്യാം, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അവിടെ എൻ്റെ പൊന്നു സഹോദരിമാർ ഇത്തരം പരിപാടികളിൽ നിന്ന് പിന്തിരിയണം. സ്ത്രീയായിട്ടും പുരുഷനായിട്ട് പെരുമാറണം. സ്ത്രീക്ക് അനുയോജ്യമായ വസ്ത്രങ്ങൾ ധരിച്ച് അന്യപുരുഷന്മാരോട് കൂടിക്കലരാതെ അന്യപുരുഷൻ്റെ അടുത്ത് പോയി ഇരിക്കാതെ നമ്മൾ കല്യാണ സദസ്സിൽ പങ്കെടുക്കുക. എന്നാൽ ഭാര്യയും ഭർത്താവും വരുന്നു, സ്വന്തം ഭാര്യ മറ്റൊരു പുരുഷൻ്റെ അടുത്ത് പോയിരിക്കുന്നു, ഭർത്താവ് മറ്റൊരു സ്ത്രീയുടെ അടുത്ത് പോയിരിക്കുന്നു. ഇത് വല്ലാതെ വിരോധാഭാസമല്ലേ എന്ന് നിങ്ങൾ നോക്കും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഉടൻ തന്നെ ബന്ധിക്കണം. ഇത് മഹല്ലാന്തരം ബോധവൽക്കരണം നടത്തേണ്ട ഒരവസ്ഥയിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഓരോ മഹലിലെ കമ്മിറ്റി മാനേജ്മെൻറ്റ് ഉസ്താദന്മാരോട് ഈ കാര്യം ബോധവൽക്കരണം നടത്താൻ വേണ്ടി വേണം. കമ്മിറ്റിയുടെ എല്ലാ സപ്പോർട്ടും അതുണ്ടായിരിക്കണം. അല്ലെങ്കിൽ അള്ളാഹുവിനോട് നമ്മൾ കമ്മിറ്റിയും മാനേജ്മെൻറ്റ് മറുപടി പറയേണ്ടി വരും. ഉസ്താദന്മാർ പണ്ഡിതന്മാർ മറുപടി പറയേണ്ടി വരും അള്ളാഹുവിനോട്. അള്ളാഹു അത് വിടുകയില്ല. അള്ളാഹുവിൻ്റെ ദീനാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. മഹല്ല് സംവിധാനം, നമ്മുടെ മഹലുകളൊക്കെ ഒരു മാതൃകാ മഹലായി തീരാൻ ഈ എന്ന നടപടി ഓരോ മഹലത്തിലും അവസാനിപ്പിക്കണമെന്ന് വളരെ വിനയത്തോടുകൂടെ വളരെ സ്നേഹത്തോടുകൂടെ എല്ലാവരെയും അറിയിക്കുകയാണ്. അള്ളാഹു പുരുഷൻ സ്ത്രീയുടെ വേഷം ധരിച്ചിട്ടും സ്ത്രീ പുരുഷൻ്റെ വേഷം ധരിക്കുന്നത് ശാപകരമാണ്. അത്തരം സ്ത്രീകളെയും പുരുഷന്മാരെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കിൻ്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം. ആ ശാപം നമ്മൾ ദുനിയാവിൽ അനുഭവിക്കും, ആഖിറത്തിൽ തന്നെ രബ്ബളും അനുഭവിക്കും. ഇതിനുള്ള നോക്കുമ്പോൾ നിങ്ങൾ ചില പുരുഷന്മാർ മുടികൾ വളർത്തി ബാക്കിൽ പിടിച്ച് കെട്ടി സ്ത്രീകളെ പോലെ, സ്ത്രീകൾ പുരുഷൻ്റെ വസ്ത്രം ധരിച്ച് ജീൻസൊക്കെ ധരിച്ച് ടൈറ്റാക്കി പുരുഷനെ പോലെ വിലസുക. ഇതൊക്കെ തനിച്ചും അനിസ്ലാമികമാണ്, ശാപത്തിൻ്റെ വിധേയമാവുന്ന കാര്യങ്ങളാണ്. ശാപം എന്ന് പറയുമ്പോൾ പല തരത്തിലും പല രോഗങ്ങൾ നമ്മൾ പിടികൂടും, പല വിപത്തുകൾ നമുക്ക് വരും, ദാരിദ്ര്യം പിടികൂടും, നമ്മൾ കഷ്ടപ്പെടും, ജീവൻ നശിക്കും. എന്തിനാണ് പൊന്നും സഹോദരിമാരെ നമ്മൾ സന്തോഷമായി സമാധാനപരമായി ഇസ്ലാമിക സംസ്കാരത്തിൽ ജീവിച്ചൂടെ? എന്ത് റാഹത്താണ്! അള്ളാഹു സൽബുദ്ധി തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ ഇസ്ലാമിൻ്റെ സംസ്കാരം ഏറ്റവും വലിയ പവിത്രമാണ്, പാവനമാണ്, പരിശുദ്ധമാണ്. സ്ത്രീ സുരക്ഷത്തിൻ്റെ ഏറ്റവും അനുയോജ്യമാണ്. പിശാച് അടുക്കുകയില്ല. അത് സ്വീകരിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.